ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഫിസിക്സ് ആണ് നോക്കുന്നത്. ഫിസിക്സ് തേർഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതാണ് ചാപ്റ്ററിന്റെ പേര്. കുറച്ച് വലിയ ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ നമുക്ക് പയ്യെ പഠിച്ചു തുടങ്ങാം. വളരെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് ഈ സെക്ഷൻ പാർട്ടില്. പിന്നെ നമുക്ക് ഒരു ചാപ്റ്റർ കൊണ്ടാണ് ഈ സെയിം പാർട്ടിലുള്ളത്, ലൈറ്റ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. തേർഡ് ചാപ്റ്റർ കുറച്ച് വലിയതാണ്. ജസ്റ്റ് തിയറി പോലെയാണ്. ഓക്കെ, തിയറി പോലെ തന്നെ ഇടയ്ക്ക് പ്രോബ്ലം വരുന്നുണ്ട്, ഇക്വേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് എന്താണ്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിനെ കുറിച്ച് പഠിച്ചു അല്ലെ? അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ചാപ്റ്റർ വരുന്നത്. ഈ ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫിഗർ നോക്കിയിട്ട് ദ മെഷീൻ, പേജ് നമ്പർ 45 ആണ് ഞങ്ങൾ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ ഫിഗറിൽ കൊടുക്കുന്നുണ്ട് എന്താണ്? ദ മെഷീൻ സപ്ലൈസ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഫോർ ഓൾ സ്റ്റേജസ്. ബാബു ചോദിക്കുകയാണ് ഹൗ ഡസ് ഇറ്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി അല്ലെ? നമുക്കറിയാം നമ്മുടെ വീട്ടിലായാലും കറണ്ട് പോയി കഴിയുമ്പോൾ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ എന്താണ്? ഇൻവെർട്ടറിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി വരുന്നത് അല്ലെ? വലിയ വലിയ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യും. എന്താണ്? എവിടെയെങ്കിലും പവർ സപ്ലൈ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, പവർ ഫെയിലിയറിന്റെ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പെട്ടെന്നൊരു ഇന്ററപ്ഷൻ വരുന്നുണ്ട് അല്ലെ? ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ? അവിടെ ഒരു പവർ ഫെയിലിയർ വരരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ? ഒരു ജനറേറ്റർ ആയിട്ട് ഇത് കണക്ട് ചെയ്യാം, അങ്ങനെ ഇടയ്ക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ? ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബാബു ചോദിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്ന വഴി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എന്താ പറയുക, ഇലക്ട്രിക്കൽ എനർജിനെ നമുക്ക് വേറെ കുറെ ഫോംസ് ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ എനർജിനെ എന്തൊക്കെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഉണ്ട് അല്ലെ? ഇലക്ട്രിസിറ്റി എന്താണ്? ലൈറ്റ് എന്താ? കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. വൈദ്യുതി എനർജി എന്താണ്? ലൈറ്റ് എനർജി ആയിട്ട് മാറും. പിന്നെ എക്സാമ്പിൾ പറയുന്നത് ഫാൻ ഉണ്ട്. ഫാൻ എങ്ങനെയാ വരിക? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി അല്ലെ? ഫാൻ, മിക്സി, മോട്ടർ ഒക്കെ എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് എന്ത് പറയാം? മാഗ്നറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മാഗ്നറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് എനർജി ഇതാവുന്നൊക്കെ പഠിച്ചു അല്ലെ? മാഗ്നറ്റിക് എനർജി എന്ന് പറയാം, മെക്കാനിക്കൽ എനർജി എന്ന് പറയാം, ലൈറ്റ് എനർജി, പിന്നെ സൗണ്ട് എനർജി വരുമ്പോൾ ഇലക്ട്രിസിറ്റിനെ നമുക്ക് സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, സ്പീക്കറിൽ. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ഡിഫറെന്റ് ഫോംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് അതിൽ കൊടുത്തിട്ടുണ്ട്? സോളാർ സെൽ കൺവേർട്സ് സോളാർ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അതുപോലെ തന്നെ വേറെ പല എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാനും പറ്റും. സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അതുപോലെ നമ്മൾ വലിയ ഡാമിലൊക്കെ നമുക്ക് എങ്ങനെയാണ് കറണ്ട് വരുന്നത്? വെള്ളം ഉപയോഗിച്ചുള്ള പ്രൊഡക്ഷൻ ആണ്. വെള്ളം ഉപയോഗിച്ച് ടർബൈൻ കറക്കിയാണ് ഇലക്ട്രിസിറ്റി നമുക്ക് തരുന്നത് അല്ലെ? അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും കാര്യമായിട്ട്. ജസ്റ്റ് ഇവിടെ എന്താണ് കാര്യം എന്ന് പറയണുള്ളൂ, കൂടുതൽ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. അതേപോലെ എന്താ പറയുന്നത്? മാഗ്നറ്റിക് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട്, അതാണ് നമ്മുടെ മെയിൻ പോർഷൻ. ഓക്കെ, മാഗ്നറ്റിക് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മാഗ്നറ്റിക് എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയുടെ കൺവേർഷൻ ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എങ്ങനെയാണ് ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത് പഠിച്ചു. എങ്ങനെയാണ് മോട്ടോർ വർക്ക് ചെയ്യുക? ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു കറണ്ട് ക്യാരിയിങ് ഒരു കണ്ടക്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആ കണ്ടക്ടറിന് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഓക്കെ, ആ ഫോഴ്സിന്റെ അനുഭവപ്പെടുന്നത് മൂലം ആ കണ്ടക്ടർ ചലിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചു അല്ലെ? ആ സെയിം പ്രിൻസിപ്പിൾ എന്താണ്? ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് പറയുന്നത്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് മൂലം ഈ കണ്ടക്ടർ മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് മോട്ടറൊക്കെ വർക്ക് മൂവ് ചെയ്യണേ നമ്മൾ പഠിച്ചു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് എനർജീനെ എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ മോഷനും കൊണ്ട് അവിടെ എന്താ? മാഗ്നറ്റിക് എനർജി നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, കാന്തിക ഊർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്പെരിമെന്റ്, മൈക്കിൾ ഫാരഡേ എന്ന സയന്റിസ്റ്റ് ആണ് ഒരു എക്സ്പെരിമെന്റ് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ മാഗ്നറ്റിക് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ ആണ്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ നടന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ മൂന്ന് കാര്യം മതി നമുക്ക് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ഒന്ന് ബാർ മാഗ്നറ്റ്. ഓക്കെ, നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളൊരു ബാർ മാഗ്നറ്റ്, ഒരു പെർമനന്റ് മാഗ്നറ്റ് എടുക്കുക.
ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്താ, നമ്മൾ മറ്റേത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് അർത്ഥം ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ മാത്രം മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഇലക്ട്രോ മാഗ്നറ്റ്. ഇവിടെ ബാർ മാഗ്നറ്റ് ആണ് എന്ന് വെച്ചാൽ അത് പെർമനന്റ് മാഗ്നറ്റ് ആണ്, ബാർ മാഗ്നറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ഒന്നും സപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സംഭവിക്കും, ഇലക്ട്രിസിറ്റി കൊടുത്താൽ അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. ഇവിടെ എടുത്തത് ബാർ മാഗ്നറ്റ്, അത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇത് എപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, ഇത് എവിടെ വെച്ചാലും അത് മാഗ്നറ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. ഞാൻ ഇപ്പൊ നമ്മൾ സോളിനോയിഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ ചുറ്റുള്ള റിങ്സ് ഇല്ലേ, അത് കോയിലിനെ ഒരു വയറിനെ, ഒരു കോപ്പർ വയർ നമ്മൾ കോയിലായിട്ട് ചുറ്റി വെച്ചിരിക്കുന്ന ഷേപ്പിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബാർ മാഗ്നറ്റ് വേണം, സോളിനോയിഡ് വേണം, പിന്നെ ഗാൽവനോമീറ്റർ വേണം. ഇപ്പൊ ഗാൽവനോമീറ്റർ നമുക്ക് അടിയിൽ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, റൗണ്ടിൽ ഒരു സർക്കിൾ പോലെ. ഇതാണ് നമ്മുടെ ഗാൽവനോമീറ്റർ. അപ്പൊ എന്തൊക്കെ വേണം നമുക്ക്? സോളിനോയിഡ്, ഇതാണ് നമ്മുടെ സോളിനോയിഡ്. ഓക്കെ, സോളിനോയിഡ് വേണം. ഈ സോളിനോയിഡ് രണ്ടറ്റവും എന്തായിട്ട് കണക്ട് ചെയ്തിരുന്നു? ഒരു ഗാൽവനോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിരുന്നു. ഇത് സോളിനോമീറ്റർ, സോളിനോയിഡും ഗാൽവനോമീറ്ററും. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ബാർ മാഗ്നറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളുള്ള മാഗ്നറ്റ് ആണ് നമ്മളുള്ളത്. നോർത്ത് പോളും സൗത്ത് പോളുള്ള ഒരു മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്. ഈ മാഗ്നറ്റ് നമ്മൾ ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക്, ഇത് വളയം പോലെയല്ലേ ഇരുന്നേ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളയം പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇമാജിൻ ചെയ്യാം, കുറെ ചുറ്റോളം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോട്ടറിന്റെ കാര്യം പഠിച്ചില്ലേ, അതുപോലെ തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ ഈ മാഗ്നറ്റ് ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കുതിരാണ്. ഈ മാഗ്നറ്റ് നമ്മൾ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. നമ്മൾ ഈ മാഗ്നറ്റ് ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കയറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് ജനറേറ്റ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാ അറിയാം? കറണ്ട് ജനറേറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗാൽവനോമീറ്റർ വെച്ചിട്ടുള്ളത്. ഓക്കെ, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗാൽവനോമീറ്ററിന്റെ നീഡില് അനങ്ങാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ആ ഫിഗർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേ, ഈ മാഗ്നറ്റ് പുറത്താണെന്നുണ്ടെങ്കിൽ ഗാൽവനോമീറ്റർ എന്തായിരിക്കും? ഒരു അനങ്ങാതിരിക്കുന്ന സ്റ്റഡി പൊസിഷനിലായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ബാർ മാഗ്നറ്റ് നമ്മൾ ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കയറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ ബാർ മാഗ്നറ്റ് നമ്മൾ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കയറ്റി, അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഗാൽവനോമീറ്റർ കറണ്ടിന്റെ ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഗാൽവനോമീറ്റർ എത്ര നേരം സ്റ്റേഷനറി ആയിട്ടുള്ള അനങ്ങാതിരുന്ന ഗാൽവനോമീറ്ററിന്റെ സൂചി ഇപ്പൊ ഈ മാഗ്നറ്റ് നമ്മൾ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അനങ്ങാൻ തുടങ്ങി. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തു. കറണ്ട് അവിടെ വന്നിട്ടില്ലെങ്കിൽ എന്താണ്? ഗാൽവനോമീറ്റർ അനങ്ങാതിരുന്നത്. പക്ഷെ ഇമീഡിയറ്റ് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ബാർ മാഗ്നറ്റ് കയറ്റിയപ്പോൾ ഒരു കറണ്ട് വന്നു മനസ്സിലായി. ആ കറണ്ടിന്റെ ഡയറക്ഷനിലേക്കാണ് ഇതിന്റെ നീഡില് നീങ്ങിയാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് സംഭവിച്ചു? നമ്മൾ ഈ ഗാൽവനോമീറ്ററിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഗാൽവനോമീറ്ററിന്റെ ഉള്ളിൽ വെച്ചപ്പോ നീഡില് നമ്മൾ ഡിഫ്ലക്ട് ചെയ്യും. ഇനി എന്താണ്? നമ്മൾ ഈ തിരിച്ച് ഈ ബാർ മാഗ്നറ്റ് ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നമ്മൾ സെക്കൻഡ് ഫിഗർ നോക്കാം. സെക്കൻഡ് ഫിഗർ നോക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? സെക്കൻഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ നമ്മൾ ഈ ബാർ മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു? പുറത്തേക്ക് എടുക്കുമ്പോ ഇതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാവും, പുറത്തേക്ക് എടുക്കും. കണ്ടോ? അപ്പൊ എന്താണ്? ഒരു മാഗ്നറ്റിക് സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും എന്തുണ്ടാവുന്നു? ഒരു കറണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. അതുകൊണ്ടാണ് ഈ ഗാൽവനോമീറ്ററിന്റെ നീഡില് കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് ചെല്ലുന്നത്. ഉള്ളിലേക്ക് ഏറ്റവും അങ്ങോട്ടാണ്. അപ്പൊ ഗാൽവനോമീറ്റർ അങ്ങോട്ട് നീഡിലും ചെല്ലും അല്ലെ. സ്കൂളിലൊക്കെയാണ് നിങ്ങൾ എക്സ്പെരിമെന്റ് വഴി കാണിച്ചു തന്നെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താ? സോളിനോയിഡിന്റെ ഉള്ളിൽ നിന്ന് ഈ ബാർ മാഗ്നറ്റിന്റെ പുറത്തേക്ക് എടുക്കുമ്പോ ഈ ഗാൽവനോമീറ്ററിന്റെ നീഡില് അങ്ങോട്ട് വരണം. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം ഈ നമ്മുടെ ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് വന്നപ്പോ അവിടെ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഒബ്സർവേഷൻ നോക്കാം. എക്സ്പെരിമെന്റ് എന്തൊക്കെ ചെയ്തേന്ന് നോക്കാം. ദ മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി നിയർ ദ സോളിനോയിഡ്. എന്താണ്? സോളിനോയിഡിന്റെ അടുത്ത് മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഇങ്ങനെ സോളിനോയിഡ് ഉണ്ട്, ഇവിടെ ഒരു ബാർ മാഗ്നറ്റ്. ഇങ്ങനെ വെക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ചോദ്യം. ഇങ്ങനെ വെക്കുമ്പോ അവിടെ ഒരു സംഭവം നടക്കില്ല. കറണ്ട് ബാർ മാഗ്നറ്റ് ഉള്ളിലേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് അവിടെ കറണ്ട് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ ബാർ മാഗ്നറ്റ് ഉള്ളിലേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ അവിടെ കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ പുറത്തിരിക്കാന്ന് വെച്ചിട്ട് ഇവിടെ ഒരു കറണ്ട് ക്രിയേറ്റ് ആവുന്നില്ല. അപ്പൊ എന്തായാലും ഇതിലെന്താ? ഡസ് നോട്ട് ഡിഫ്ലക്ട്. ഓക്കെ,
ഡസ് നോട്ട് റിഫ്ലക്റ്റ് ആണ് അതിന്റെ ഉത്തരം. സോളിനോയിഡ് റിഫ്ലക്ട് ചെയ്യുന്നില്ല. നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. ഈ നോർത്ത് പോൾ, നമ്മുടെ ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും ഗാൽവാനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ എന്നാണ് ചോദ്യം. ഗാൽവാനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കും? ഗാൽവാനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്ക്. ഓക്കെ, നമ്മൾ ആ ഫിഗർ നോക്കിയപ്പോൾ കണ്ടു ഗാൽവാനോമീറ്റർ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. The magnet is stationary inside the solenoid. ഇനി എന്താ മാഗ്നറ്റ്? ഓക്കെ, അത് കാര്യം പറയാൻ പറ്റുപോയി. ഈ മാഗ്നറ്റ് ഈ സോളിനോയിഡ് ഉള്ളിൽ നമ്മൾ അനക്കാതെ വെക്കാന്ന് വെക്കുക. മാഗ്നറ്റ് നമ്മൾ അനക്കാതെ വെക്കുകയാണ്. സോളിനോയിഡിൽ വന്നു. ഓക്കെ, നമ്മൾ ഈ ബാർ മാഗ്നറ്റ് അനക്കാതെ വെക്കുക. നീഡില് പിന്നെ ഡിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, എന്താ ഇപ്പോഴും ഡിഫ്ലക്ട് ചെയ്യുക. മാഗ്നറ്റ് കയറുമ്പോൾ ഒരു ഡിഫ്ലക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് സ്റ്റേഷനറി ആയിട്ട് മാഗ്നറ്റ് ഇരിക്കാൻ തുടങ്ങി ആ നീഡിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. വീണ്ടും അത് ഡിഫ്ലക്ട് ചെയ്ത് പോവില്ല. ഓക്കെ, അപ്പൊ എന്താ ഉള്ളിലായിരിക്കുമ്പോ ആ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് മാത്രം ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. അതുപോലെ ഉള്ളിൽ പുറത്തെടുക്കുന്ന സമയത്ത് മാത്രമേ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. ഇത് ഉള്ളിലായിരിക്കുന്ന സമയത്ത്, മാഗ്നറ്റ് ഉള്ളിലായിരിക്കുന്ന സമയത്ത് ഗാൽവാനോമീറ്ററിന് ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല. ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്തും പുറത്തേക്ക് ഇടുന്ന സമയത്ത് മാത്രമാണ് ഈ ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുക. ഓക്കെ, ഉള്ളിലായിട്ട് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ എന്താ അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല. ഡസ് നോട്ട് റിഫ്ലക്റ്റ് ആണ്. The magnet is moved out of the solenoid. എന്താ സോളിനോയിഡിന്റെ പുറത്തേക്ക് മാഗ്നറ്റ് എടുക്കുമ്പോൾ ഓൾറെഡി ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, നേരത്തെ റൈറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലെഫ്റ്റിലേക്ക് ആയിരിക്കും ഡിഫ്ലക്ട് ചെയ്യും. The south pole of the magnet is moved into the solenoid. സൗത്ത് പോൾ ആണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ എന്താ അവിടെ ഇപ്പൊ നമ്മള് നോർത്ത് സൗത്ത് ഇങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റ് വെച്ചത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളോട് പറയാൻ ഫസ്റ്റ് സൗത്ത് പോളിലൊക്കെ. ഓക്കെ, അപ്പൊ നോർത്ത് പോള് സൗത്ത് പോള് വെച്ചപ്പോ ഗാൽവാനോമീറ്ററിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് കാണിച്ചതെങ്കിൽ നമ്മൾ ഈ മാഗ്നറ്റിന്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ എന്താ ഈ നോർത്ത് പോള് നേരത്തെ വെച്ചത് ഇങ്ങനെയായിരുന്നു അല്ലെ? സൗത്ത് പോൾ ഇവിടെ, നോർത്ത് പോൾ ഇവിടെ. അപ്പൊ നമ്മളോട് ചോദ്യം ഈ മാഗ്നറ്റിന്റെ പോൾസ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് സൗത്ത് പോൾ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസം എന്നാണ് ചോദ്യം. നമ്മുടെ സൗത്തിന് പകരം നോർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസം എന്നാണ് ചോദ്യം. എന്തായിരിക്കും? നേരത്തെ കാണിച്ച ഗാൽവാനോമീറ്ററിന്റെ ഡിഫ്ലക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പൊ കാണിക്കുക. ഓക്കെ, നേരത്തെ കാണിച്ചത് അങ്ങോട്ടാണെന്നെങ്കിൽ ഇപ്പൊ കാണിക്കുന്നത് ഇങ്ങോട്ടായിരിക്കും. മാഗ്നറ്റിന്റെ പോൾസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷനും മാറും. ഓക്കെ, കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഗാൽവാനോമീറ്റർ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. ഓക്കെ, ഡയറക്ഷൻ അങ്ങോട്ടാണെങ്കിൽ ഗാൽവാനോമീറ്റർ നീഡിൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടാണെങ്കിൽ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ അത് മാഗ്നറ്റിന്റെ പോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ നോർത്താണ് ആദ്യം വെച്ചത്. അപ്പൊ ഗാൽവാനോമീറ്റർ അങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തു. നമ്മൾ എന്താ സൗത്ത് ആദ്യം വെച്ചു. സൗത്ത് പോൾ ആദ്യം കയറ്റിയപ്പോൾ ഗാൽവാനോമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. കാരണം എന്താ മാഗ്നറ്റിക് പോൾ മാറ്റുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. The magnet and solenoid are moved in the same direction at the same speed. എന്താണ് ഇത് രണ്ടും? നമ്മൾ മാഗ്നറ്റും സോളിനോയിഡും സെയിം ഡയറക്ഷനിലേക്ക് സെയിം സ്പീഡിൽ അനക്കാനാണ് പറയുന്നത്. ഓക്കെ, മാഗ്നറ്റും അനക്കുന്നുണ്ട്, സോളിനോയിഡ്. ഈ രണ്ടും ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ രണ്ടും ഇങ്ങനെ അനക്കാൻ വയ്ക്കാം. ഓക്കെ, അവിടെ എന്തെങ്കിലും ഡിഫ്ലക്ഷൻ നടക്കുമോ? അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും നടക്കില്ല. കാരണം എന്താണ്? ഒരെണ്ണം സ്റ്റേഷനറി ആയിരുന്നാൽ മാത്രമേ, ഒരെണ്ണം അനങ്ങാതെ ഒരെണ്ണം അനങ്ങിയാൽ മാത്രമാണ് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഗാൽവാനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ നടക്കുള്ളൂ. ഇപ്പൊ പറയുന്നത് എന്താണ്? ഈ സെറ്റപ്പ് സോളിനോയിഡിന്റെ ഉള്ളിലൊരു ബാർ മാഗ്നറ്റ്. ഈ സെറ്റപ്പ് തന്നെ സെയിം സ്പീഡിൽ എന്താണ് രണ്ടും നീക്കുക. സെയിം സ്പീഡിൽ സെയിം ഡയറക്ഷനിലേക്ക് നീക്കാനാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഗാൽവാനോമീറ്ററിൽ നേരിട്ട് ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല. കാരണം അത് രണ്ടും സെയിം സ്പീഡിൽ നീങ്ങുന്ന കാരണം ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല. ഓക്കെ, എന്താണ്? The solenoid is moved, kept the magnet stationary. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? സോളിനോയിഡ് നീങ്ങിയിട്ട് മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ മാഗ്നറ്റ് നമ്മൾ അനക്കുന്നില്ല. എന്താ നമ്മൾ അനക്കുന്നത്? ഈ സോളിനോയിഡിനുള്ളിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ എന്തുണ്ടാവും? അപ്പോഴായാലും ഒരു കറണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോഴായാലും നമ്മൾ ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. എപ്പോഴും ഓർക്കാം, ഒരെണ്ണം സ്റ്റേഷനറി ആയിട്ട്, ഒരെണ്ണം അനങ്ങാതെ ഒരെണ്ണം ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ഒന്നുപോലെ നിങ്ങൾക്ക് എന്താ സോളിനോയിഡ് ഫിക്സഡ് ആക്കി വെക്കാം. സോളിനോയിഡ് അനക്കാതെ വെച്ചിട്ട് ബാർ മാഗ്നറ്റ് ഉള്ളിലേക്ക് പുറത്തേക്ക് ഇത് നോക്കാം. അപ്പൊ ഇവിടെ കറണ്ട് ഡിഫ്ലക്ട് ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. അതിന്റെ മീൻസ് ഇവിടെ കറണ്ട് വന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ ബാർ മാഗ്നറ്റ് ഫിക്സഡ് ആക്കി വെക്കാം. ഈ സോളിനോയിഡ് അങ്ങോട്ട് ഇട്ട് തന്നെ അപ്പോൾ എന്ത് ചെയ്യും? ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, റിലേറ്റീവ് മോഷൻ എന്നാണ് പറയുന്നത്. ഒന്ന് അനക്കാതെ നമ്മൾ മറ്റൊന്ന് നീക്കാം. അങ്ങനെ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും സെയിം സ്പീഡിൽ അനക്കാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഒരെണ്ണം സ്റ്റേഷനറിയും ഒരെണ്ണം മൂവിങ് ആയിരുന്നാൽ മാത്രം അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഗാൽവാനോമീറ്ററിന്റെ കാര്യം ബോക്സിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്.
പേജ് പേജ് പറഞ്ഞു നമ്മളോട് അത് ചെയ്തു. എന്താണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ്, എന്താണ് കുറച്ചുകൂടി ശക്തി കൂടിയ മാഗ്നറ്റ് വെക്കുക, അല്ലെങ്കിൽ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം, ചുറ്റ് കൂട്ടാം. ഇപ്പൊ എത്ര ചുറ്റുണ്ട്? 1 2 3 4 ചുറ്റുള്ളൂ അല്ലെ? ചുറ്റ് കൂട്ടാം. അല്ലെങ്കിൽ എന്താ നമ്മൾ ഈ മാഗ്നറ്റ് അകത്തേക്ക് പുറത്തേക്ക് ഇടണമെങ്കിൽ സ്പീഡ് കൂട്ടാം. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ പെട്ടെന്ന് കൂടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് എന്ന് പറയുന്നത്, സ്ട്രോങ്ങർ മാഗ്നറ്റ് ഈസ് യൂസ്ഡ്. വേറെ മാഗ്നറ്റിക്കായി കുറച്ചുകൂടി സ്ട്രോങ് ആയ മാഗ്നറ്റ് യൂസ് ചെയ്താൽ അവിടെ എന്താ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം അവിടെ എന്താ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ കറണ്ട് കൂടും. അതുകൊണ്ട് തന്നെ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ആയിരിക്കും ചെയ്യാം. ഇനി മാഗ്നറ്റ് ഓർ സോളിനോയിഡ്സ് മൂവ് വിത്ത് ഗ്രേറ്റർ സ്പീഡ്. എന്താണ് നമ്മൾ ഈ മാഗ്നറ്റ് ഒന്നുപോലെ ഞാൻ പറഞ്ഞ മാഗ്നറ്റ് അനക്കാം അല്ലെങ്കിൽ സോളിനോയിഡ് അനക്കാം. ഒരെണ്ണം ഫിക്സ് ആക്കി എന്തായാലും പറ്റും. ഒന്നുപോലെ സോളിനോയിഡ് ഫിക്സ് ആക്കി വെക്കാം, മാഗ്നറ്റ് അനക്കാം. അതായത് നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാഗ്നറ്റ് ഫിക്സ് ആക്കി വെച്ചിട്ട് സോളിനോയിഡ് ഇങ്ങനെ അകത്തേക്ക് പുറത്തേക്കും കയറ്റാം. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിക്കണം. നമ്മൾ ആ സ്പീഡ് കൂട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മൾ ഈ മാഗ്നറ്റ് നമ്മൾ പുറത്തേക്ക് അകത്തേക്ക് എടുക്കേണ്ട സ്പീഡ് നമ്മൾ കൂട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം എന്താ സ്പീഡ് കൂടുന്നതോറും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ അഫക്ട് ചെയ്യുന്ന 3 കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ്, സ്ട്രോങ് മാഗ്നറ്റ്, സ്പീഡ് ഓഫ് ദി മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ്. ഓക്കെ, ഏതാണ് നിങ്ങൾ അനക്കുന്നത് അതിന്റെ സ്പീഡ്. ഈ 3 കാര്യം എക്സ്പെരിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, 3 കാര്യം കൂട്ടിയാലും ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗാൽവനോമീറ്റർ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഗാൽവനോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈവൻ എ സ്മോൾ കറണ്ട്. ചെറിയ കറണ്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ കറണ്ട് ഉണ്ടോ ഈ പാരമാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, in the normal position the needle rests at 0. നോർമൽ ആയിരിക്കുന്ന സമയത്ത് നീഡിൽ 0-ലായിരിക്കും, നേരെയായിരിക്കും. ഓക്കെ, നീഡിൽ 0-ലായിരിക്കും. the needle will deflect to left or right depending on the direction of the current. എന്താണ് ഈ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഈ നീഡിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഡിഫ്ലക്ട് ചെയ്യുന്നു, അനങ്ങാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ 0-ലായിരിക്കുമ്പോൾ സ്റ്റേഷനറി ആയിരിക്കും, 0-ലായിരിക്കും. ഈ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് അത് ലെഫ്റ്റിലോട്ടോ എന്താണ് റൈറ്റിലോട്ടോ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഈ നീഡിലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഈ ഗാൽവനോമീറ്റർ നീഡിൽ ചലിക്കുക. പിന്നെ ഡിഫ്ലക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കറണ്ട്. കറണ്ട് കൂടുമ്പോൾ ഈ ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത്രയും കാര്യമാണ് ഗാൽവനോമീറ്റർ സിമ്പിൾ ഓർത്ത് വയ്ക്കാം. ഗാൽവനോമീറ്റർ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ് ഗാൽവനോമീറ്റർ സിമ്പിൾ. ഓക്കെ, ഗാൽവനോമീറ്റർ സിമ്പിൾ ഇതാണ്. സർക്യൂളിലൊക്കെ തരുമ്പോൾ ഇതായി സിമ്പിൾ കാണുമ്പോൾ മനസ്സിലാക്കാം ഇത് ഗാൽവനോമീറ്ററിന്റെ സിമ്പിളാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗാൽവനോമീറ്ററിന്റെ സിമ്പിൾ വരയ്ക്കുന്നത്. നമുക്ക് ഈ എക്സ്പെരിമെന്റ് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വൈ ഡിഡ് ദ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട് ഇൻ ദ എക്സ്പെരിമെന്റ്? എന്തുകൊണ്ടാണ് ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഈ എക്സ്പെരിമെന്റിൽ അനങ്ങിയത്, ചലിച്ചത് എന്തുകൊണ്ടാണ്? എന്താ കറണ്ട് ഈസ് പ്രൊഡ്യൂസ് അല്ലെ? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ അനങ്ങിയത് അല്ലെ? കറണ്ട് ഇല്ലെങ്കിൽ അത് 0-ലായിരുന്നേനെ. കറണ്ട് വന്നത് കൊണ്ടാണ് നീഡിൽ ലെഫ്റ്റിലോട്ടും നമ്മൾ അകത്തേക്ക് വെച്ചപ്പോ റൈറ്റിലോട്ടും പുറത്തേക്ക് ഇട്ടപ്പോ ലെഫ്റ്റിലോട്ടും അനങ്ങിയത്. അവിടെ ഒരു കറണ്ടിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലെ? ഇവിടെ ഒരു വൈദ്യുതി ആ സർക്യൂട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് ഗാൽവനോമീറ്റർ നീഡിൽ ചലിച്ചത്. അടുത്ത എന്താണ്? വിച്ച് ആർ ദി ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് there was a flow of current through the solenoid? എന്താണ് സോളിനോയിഡിന്റെ സോളിനോയിഡിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഉണ്ടായത് ഏത് ഇൻസ്റ്റൻസിലൊക്കെ, ഏത് സാഹചര്യത്തിലാണ് സോളിനോയിഡിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഉണ്ടായത്? ഓക്കെ, സോളിനോയിഡിന്റെ ഉള്ളിൽ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത് ഏത് സാഹചര്യത്തിലൊക്കെയാണ് ചോദ്യം. രണ്ട് കാര്യത്തില് സമയത്താണ് ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്. ഒന്ന് ഈ പാരമാഗ്നറ്റ് അകത്തേക്ക് കയറ്റിയപ്പോഴും, രണ്ടാമത് ഈ പാരമാഗ്നറ്റ് പുറത്തേക്ക് എടുത്തപ്പോഴും അല്ലെ? പാരമാഗ്നറ്റ് അകത്തേക്ക് കയറ്റിയപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തു, അതിന്റെ അർത്ഥം സോളിനോയിഡിൽ ഒരു കറണ്ട് ഉണ്ടായി. അതേപോലെ തന്നെ ഗാൽവനോമീറ്റർ പുറത്തേക്ക് എടുത്തപ്പോഴും പാരമാഗ്നറ്റ് പുറത്തേക്ക് എടുത്തപ്പോഴും ഗാൽവനോമീറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്തു, അതിന്റെ അർത്ഥം സോളിനോയിഡിൽ ഒരു കറണ്ട് ഉണ്ടായി. അപ്പൊ പാരമാഗ്നറ്റ് അകത്തേക്ക് കയറ്റിയപ്പോഴും പുറത്തേക്ക് ഇറക്കിയപ്പോഴുമാണ് എന്താണ് നമ്മുടെ സോളിനോയിഡ് ഡിഫ്ലക്ട് ചെയ്ത് സോളിനോയിഡ് കറണ്ട് ഉണ്ടായത്.
ഓക്കെ. Which are the instances in which current increase? കറണ്ട് ഇൻക്രീസ് ചെയ്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദ്യം. കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞു? നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺ അല്ലെ, ഇതിന്റെ ചുറ്റി കൂട്ടി കഴിഞ്ഞാൽ കറണ്ട് കൂടും. അതുപോലെ സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഈ നോർമൽ മാഗ്നറ്റിനെക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന ഗാലനോമീറ്റർ. എങ്ങനെ കറണ്ട് കൂടി നമുക്ക് മനസ്സിലായേ? ഈ ഗാലനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണപ്പെടും. പെട്ടെന്ന് കൂടുതൽ ഈ ഗാലനോമീറ്ററിന്റെ അനക്കം കൂടുന്നതായിട്ട് കാണപ്പെടും. അപ്പൊ കറണ്ട് കൂടാണെങ്കിൽ ഡിഫ്ലക്ഷൻ കൂടുന്നു പഠിച്ചിട്ട് അല്ലെ. ഗാലനോമീറ്ററിന്റെ നീഡിൽ കറണ്ട് കൂടുകയാണെങ്കിൽ പെട്ടെന്ന് ഡിഫ്ലക്ട് ചെയ്യും, സ്പീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ എക്സ്പെരിമെന്റില്. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യാം, സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്യാം, പിന്നെ എന്താണ്, സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ് കൂട്ടി കഴിഞ്ഞാൽ സോളിനോയിഡ് അല്ലെങ്കിൽ മാഗ്നറ്റ് ഏതാണ് നിങ്ങൾ ചലിപ്പിക്കണേ അതിന്റെ സ്പീഡ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും കറണ്ടിന്റെ ഇൻക്രീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ മൂന്ന് കാര്യം, മുമ്പിൽ പറഞ്ഞിട്ടുള്ള 3 ബോക്സ് തന്നിട്ട് 3 കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി, ഈ എക്സ്പെരിമെന്റ് മനസ്സിലായി കാണുന്നതായിരുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, നമ്മുടെ ടോപ്പിക് അതാണ്, നമ്മുടെ പാഠത്തിന്റെ പേര് അതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. Whenever there is a relative motion between the magnet and the solenoid, there is a flow of electricity. അപ്പൊ എപ്പോഴാണ് എന്താ പറയുന്നത്, ഒരു റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞു ഒന്ന് അനക്കാതെ ഒന്ന് അനക്കും ഉണ്ടാവുന്ന മോഷനാണ് റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തി ഉണ്ടാവുന്ന മോഷൻ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് പറയുന്നത് ബാർ മാഗ്നറ്റും ഒന്ന് പറയുന്നത് സോളിനോയിഡും. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഫിക്സഡ് ആക്കി വെക്കുക, ഒരെണ്ണം മൂവ് ചെയ്യുക. അതിനാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. രണ്ടും അനക്കാൻ പാടില്ല, ഒരെണ്ണം മാത്രം അനക്കുക. നമുക്ക് ഇഷ്ടത്തിന് എന്താ, ഒന്നുപോലെ മാഗ്നറ്റ് സോളിനോയിഡ് ഫിക്സഡ് ആക്കി വെക്കുക, മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് കയറ്റാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മാഗ്നറ്റ് ഫിക്സഡ് ആക്കി വെക്കുക, സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് കയറ്റാം. അപ്പൊ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് ഒന്ന് അനക്കാതെ ഒന്ന് അനക്കണേനെയാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് എന്താ, ഈ കാന്തവും ഈ സോളിനോയിഡും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവുമ്പോ അവിടെ എന്തുണ്ടാവും പറയുന്നത്, ഒരു കറണ്ട് ഉണ്ടാവും പറയുന്നത്. ഓക്കെ, ആ കറണ്ട് നമുക്ക് ഗാലനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ മൂലം നമുക്ക് മനസ്സിലായി അവിടെ ഒരു കറണ്ട് ഉണ്ടാവും മനസ്സിലായി. ഓക്കെ, വി ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ഫ്രം എക്സ്പെരിമെന്റ്, ബട്ട് ഹാവ് യു എവർ തോട്ട് അബൌട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ദ മാഗ്നറ്റ് ഈസ് ബ്രോട്ട് നിയർ ഓർ മൂവ്ഡ് അവേ ഫ്രം ദ സോളിനോയിഡ്? അപ്പൊ കറണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടാകും ചോദിക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോ നമുക്ക് ആ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നതെന്നാണ് പറയാൻ പോകുന്നത്. രണ്ട് ഫിഗർ നിങ്ങൾക്ക് കാണാം. ഫിഗർ 3.A തന്നിട്ടുണ്ട്, ഫിഗർ 3.B തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാർ മാഗ്നറ്റ് പുറത്തിരിക്കുകയാണ്, സോളിനോയിഡ് പുറത്തിരിക്കുന്നു. ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞേ, ഗാലനോമീറ്റർ കണക്ട് സോളിനോയിഡ് ഉണ്ട്, ഗാലനോമീറ്റർ ഉണ്ട്, നമ്മുടെ ബാർ മാഗ്നറ്റും ഉണ്ട്. ഓക്കെ, എപ്പോഴും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിന്റെ ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുകൂടി പറയും. അപ്പൊ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ പഠിച്ചില്ല കഴിഞ്ഞ ക്ലാസ്സിൽ, ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ ടു നോർത്ത് സൗത്ത്. ഇതാണ് മാഗ്നറ്റിക് ചുറ്റും എപ്പോഴും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് മാഗ്നറ്റിക് കാന്തിക ഫ്ലക്സ്. ഓക്കെ, ഒരു മാഗ്നറ്റിക് ചുറ്റിന് എപ്പോഴും ഉണ്ടാവും. ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം ഈ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ്. പക്ഷെ ഇത് പെർമനന്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് ഈ മാഗ്നറ്റിന് എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ സെറ്റ്, ഇനീഷ്യൽ സെറ്റപ്പ്. ഈ എക്സ്പെരിമെന്റ് തുടങ്ങുന്ന സെറ്റപ്പ് എങ്ങനെയാണ്, ഇവിടെ ഫീൽഡ് ലൈൻസ് ഉണ്ട്, ഒരു സോളിനോയിഡ് ഉണ്ട്, ഒരു ഗാലനോമീറ്റർ ഉണ്ട്, നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എവിടെ എന്താണ് ഒരു കറണ്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഗാലനോമീറ്ററിന്റെ നീഡിൽ 0 ആയിട്ട് കാണുന്നത്. ഫിഗർ 3.B നോക്കി. ഫിഗർ 3.B എന്ത് സംഭവിച്ചു, നമ്മൾ ഈ മാഗ്നറ്റിനെ ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കയറ്റി. ഞാൻ ചെയ്ത എക്സ്പെരിമെന്റ് തന്നെയാണ് പറയുന്നത്, അത് ഞാൻ വരയ്ക്കാനില്ല.
ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ നോക്കണ്ട, അതിന്റെ ഫിഗർ ഒന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഫിഗർ 3.2 ബിയില് എന്താ സംഭവിക്കുന്നത്, ഈ മാഗ്നറ്റിനെ നമ്മളെ ഈ സോളിനോയിഡ് ഉള്ളിലേക്ക് കൊണ്ടുവന്നപ്പോ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ മനസ്സിലായി. ഗാലനോമിനെ കേട്ടിലൊക്കെ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്, നീങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തെന്ന് മനസ്സിലായി അല്ലെ. എന്താണെന്ന് നോക്കണമെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓൺ വിച്ച് ഇൻസ്റ്റൻസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് വിൽ ബി ലെസ്. എന്താണ് ഈ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഇപ്പൊ എന്താണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ലൈൻസിനാണ് പറയുന്നത്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഇപ്പൊ സോളിനോയിഡ് ഉള്ളിൽ കയറി അല്ലെ. ഇപ്പൊ എന്തായാലും പറയും മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എന്തെന്ന് പറയാം, സോളിനോയിഡ് എന്ന് പറയും. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താ സോളിനോയിഡ് ആയിട്ട് ലിങ്ക് ചെയ്തു അല്ലെ. സോളിനോയിഡ് ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ പല പാർട്ടായിട്ട് മുറിച്ചു അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചു ഈ ഫീൽഡ് ലൈൻസിന് പല പാർട്ട് എന്താ ഡിവിഷൻ വന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് സോളിനോയിഡിന്റെ ഉള്ളിൽ എന്താണ് സോളിനോയിഡ് ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ പല പാർട്ടാക്കി മുറിച്ചു. ഫിഗർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആ ഫീൽഡ് ലൈൻസ് ചുറ്റും ഡിവിഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ സങ്കല്പിക്കാം. അപ്പൊ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് വിത്ത് സോളിനോയിഡ്, ഈ സോളിനോയിഡിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ് ഈ നമ്മൾ ഈ ബാർ മാഗ്നറ്റ് അകത്തേക്കും പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഫ്ലക്സിലാണ് മാറ്റം വരുന്നത് അല്ലെ. ആ മാഗ്നറ്റിക് ഫ്ലക്സിലാണ് മാറ്റം വരിക. വെറുതെ നമ്മൾ എന്താ നടക്കുന്നത്, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഈ മാഗ്നറ്റിന് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഈ സോളിനോയിഡിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് പറയും, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ് പറയും. അതെന്താ മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ സോളിനോയിഡായിട്ട് ലിങ്ക് വന്നു അല്ലെ, ബന്ധം വന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടീഷൻ പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എന്താണ് നമ്മൾ അകത്തേക്ക് കയറ്റുമ്പോഴും പുറത്തേക്ക് ഇറക്കുമ്പോഴും ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇവിടെ വ്യത്യാസം വരുന്നത് അല്ലെ. ജസ്റ്റ് വെറുതെ വ്യത്യാസമല്ല, മാഗ്നറ്റ് അനക്കുമ്പോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം എന്താണ്, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ് കൂടെയും കുറയുകയും ചെയ്യും. അതുപോലാണ് അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. മെയിൻ പുള്ളിയാണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. ഓക്കെ, എന്നാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് മാഗ്നറ്റ് ആയിട്ട് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ നമ്മൾ അനക്കുമ്പോ അതിന്റെ ഇന്റൻസിറ്റിക്ക് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക അതിന്റെ സ്ട്രെങ്ത്തിന് വ്യത്യാസം വരും. അപ്പൊ അങ്ങനെയാണ് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. On which instance the magnetic flux linked with the solenoid will be less? On which instance the magnetic flux linked with the solenoid will be greater? On which instance does the change in magnetic flux linked with the solenoid occur? Okay, എന്താണ് എപ്പോഴാണ് ഒരു എന്താണ് ഇനി ഫ്ലക്സ് എപ്പോഴാണ് കൂടുതലായിരിക്കാൻ ചോദ്യം. ഈ സോളിനോയിഡിന്റെ ഏത് സാഹചര്യത്തിലാണ് ഈ സോളിനോയിഡിന്റെ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ് കൂടുതൽ ഏത് കണ്ടീഷനിലായിരിക്കും? ഇപ്പോഴും നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് കോയിലായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ബാർ മാഗ്നറ്റ് പുറത്താണ് ഇരിക്കുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെയാണുള്ളത്, ഈ സോളിനോയിഡ് ഇല്ല. അപ്പൊ ഇവിടെ എന്താ ലിങ്കിങ് ഇല്ല അല്ലെ, കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ് വിൽ ബി ലെസ്. ഓക്കെ, കുറവാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ് ഗ്രേറ്റർ ആയിരിക്കും അല്ലെ, കൂടുതലുണ്ട്. എപ്പോഴാണ് ഒരു ഇതിന്റെ സംഭവം എന്താ, ഓൺ വിച്ച് ഇൻസ്റ്റൻസ് ഡസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഒരു ചേഞ്ച് നടക്കുന്നത് എപ്പോഴാണ്, മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു വ്യത്യാസം നടക്കുന്നത് എപ്പോഴാണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ് മാറുന്നത് എപ്പോഴാണ്, പെട്ടെന്ന് ഡിഫറൻസ് ആണ് എപ്പോഴാണ്, നമ്മളിത് ഈ ബാർ മാഗ്നറ്റിനെ അകത്തേക്കും പുറത്തേക്കും അനക്കും അല്ലെ. സ്റ്റേഷനറി ആയിട്ടിരിക്കാൻ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരില്ല. പക്ഷെ നമ്മളിത് അനക്കാൻ തുടങ്ങുമ്പോൾ എന്താ പറ്റും, ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരും. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വൈ ഇറ്റ് ഈസ് മൂവിങ്. അപ്പൊ നമ്മള് പഠിക്കാൻ പോകേണ്ട കാര്യങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് ഓർക്കാം. എന്താണ് പറയുന്നത്, having you understand that electricity is induced in a solenoid whenever there is a change in the magnetic flux linked with the solenoid. Okay, അപ്പൊ എപ്പോഴാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുക, ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് വരുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുക. Okay, whenever the magnetic flux linked with the solenoid changes, there is an electricity induced in it എന്ന് പറയുന്നത്. എന്താണ്, ഈ ബാർ മാഗ്നറ്റിനുണ്ട് കാന്തിക ഫ്ലക്സ് ഉണ്ട്. ഈ കാന്തിക ഫ്ലക്സിന്റെ വ്യത്യാസം മൂലമാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, ഈ സോളിനോയിഡിൽ ഒരു കറണ്ട് ഉണ്ടാവുന്നത്. കാരണം എന്താ, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, നീഡില് സ്റ്റേഷനറി അങ്ങനെ അനങ്ങിയിട്ട് അങ്ങനെ നിൽക്കും. പക്ഷെ നമ്മള് അകത്തേക്ക് പുറത്തേക്ക് എടുക്കാന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നു പറഞ്ഞു, ഇവിടെ കറണ്ട് അങ്ങോട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാം. ഈ നീഡിൽ അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും, അതിന്റെ അടുത്തോട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ബാർ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ്.
ഓക്കെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് വിത്ത് ദ സോളിനോട് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. സോ ഈ ഫ്ലക്സ് മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഈ മാഗ്നറ്റിന്റെ ഫ്ലക്സ് ഈ സോളിനോയിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് സോളിനോട് നമ്മൾ ലിങ്ക് വരും. ഓക്കെ ആ ലിങ്കിൽ നമ്മൾ എന്താണ് ഫ്ലക്സ് ലിങ്ക് വിത്ത് സോളിനോട് ചേഞ്ചസ് ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് പറഞ്ഞത്. ആ വൈദ്യുതി കാന്തിക ഫ്ലക്സിന്റെ വ്യത്യാസം മൂലമാണ് സോളിനോയിന്റെ ഒരു കറണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ അങ്ങനെ ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ഈ ഒരു ഫിനോമിനൻ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന്. ഓക്കെ ദസ് കറണ്ട് ദസ് ഇൻഡ്യൂസ്ഡ്. ഇപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന കറണ്ട് എന്ത് പറയും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന കറണ്ടിനെ എങ്ങനെ ഫോം ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ എന്ത് പറയും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പറയും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF. അല്ലെങ്കിൽ നമുക്ക് EMF എന്നും കൂടി ഷോർട്ട് ഫോം ആയിട്ട് പറയും. ഓക്കെ ഇൻഡ്യൂസ്ഡ് EMF എന്നും കൂടി പറയും. കറണ്ട് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഇതിലുണ്ടാവുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിനെ പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ വോൾട്ടേജ് ആണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ. കോയിലിന്റെ എന്താ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിലിന്റെ കണ്ടക്ടർ. ഇതിന് സോളിനോയിഡിന്റെ ടേൺസ് കൂട്ടാം. അല്ലെങ്കിൽ വേറെ എന്താ നമുക്ക് കറണ്ട് കൂട്ടാനുള്ള വഴി? മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടുക. അപ്പോൾ നമുക്ക് കറണ്ട് കൂടും, വോൾട്ടേജും കൂടും അല്ലേ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMFും കൂടും. അതേപോലെ തന്നെ എന്താ സ്പീഡ് കൂട്ടുക. നമുക്ക് പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ വരാം. സ്പീഡ് മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് വർദ്ധിക്കുന്ന സ്പീഡ് കൂട്ടിയാൽ നമ്മുടെ വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് അതിന്റെ ഡെഫിനിഷൻ പഠിക്കാണ്. Whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. This phenomenon is known as electromagnetic induction. അപ്പൊ എന്താണ് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. Whenever there is a change in the magnetic flux linked with the coil. Okay ഇപ്പൊ ഇതെന്താ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്, കോയിലായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ magnetic flux linked with the coil changes. Whenever a magnetic flux linked with the coil changes, there will be an induced EMF. അപ്പൊ ഇത് നീങ്ങുമ്പോ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഇത് അനങ്ങുമ്പോ എന്ത് സംഭവിക്കുന്നു? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ അതിന്റെ മൂലമായിട്ട് എന്തുണ്ടാവുന്നു? ആ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അങ്ങനെ എന്താണ് പറയുന്ന പേരാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ എല്ലാവരും എഴുതി വയ്ക്കണം കേട്ടോ. പിന്നെ മലയാളം ഞാൻ മറന്നു പോയി. നാളെ അടുത്ത ക്ലാസ് ഞാൻ മലയാളം പറഞ്ഞു കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ചേട്ടൻ പറഞ്ഞെന്താ ഇവിടെ എഴുതി വയ്ക്കാൻ പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഒന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. മലയാളത്തിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മലയാളം എന്താണെന്ന് നോക്കാം. ഞാൻ നാളെ പറഞ്ഞുതരാം അതിനെ കുറിച്ച്. But whenever there is a change in the magnetic flux linked with the coil, an EMF is induced. This phenomenon is known as electromagnetic induction. ഞാൻ പറഞ്ഞില്ല ഇതാണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് വിത്ത് സോളിനോട് ചേഞ്ച് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഇവിടെ എന്താ കറണ്ട് ചേഞ്ച് ചെയ്യുന്നു അല്ലെ. ഇപ്പോൾ ഈ കറണ്ട് ഉണ്ടാവുന്നു, ഇപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നു, ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഓക്കെ അപ്പൊ അങ്ങനെ എന്താവും പറയും ഈ whenever there is a change in the ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രം പറ്റുന്നുണ്ടാവുള്ളൂ അല്ലെ. സ്റ്റേഷനായിട്ട് വെക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല, അകത്തേക്ക് പുറത്തേക്ക് മാറ്റാം. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് വിത്ത് ദ കോയിൽ എന്ന് പറയുന്നത് അകത്തേക്കും പുറത്തേക്ക് ഇട്ടുകൊണ്ടാണ് ചേഞ്ച് നടക്കുക മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അല്ലെ. whenever there is a change linked with the whenever there is a change in the magnetic flux linked with the coil and EMF is induced, this phenomenon is known as electromagnetic induction. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുകയായിരുന്നു. ഇങ്ങനെ വായിച്ചു നോക്കാം. അങ്ങനെ ഇത് പടം വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, പെട്ടെന്ന് മനസ്സിലാവും. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.